പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് സ്വാഗതം. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ആക്രമണ പരമ്പര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതുപുത്തൻ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പൊളിറ്റിക്സ് കേരള നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നത്. ഹമാസിന്റെ നേതാക്കന്മാരെ കൊലപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം ഭീതിയിലാക്കുന്നത് ലോകരാഷ്ട്രങ്ങളെയാണ്. കാരണം ഏത് നിമിഷവും ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടായേക്കാം എന്നുള്ളത് വസ്തുതാപരമായി നിഷ്ഠമായ കാര്യമാണ്. ഇവിടെ അമേരിക്ക ഇറാന് സഹായം നൽകിയേക്കും എന്ന ഒരു സൂചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും, ഒരുപക്ഷെ അമേരിക്ക അതിന് തയ്യാറാണെങ്കിൽ പോലും, അമേരിക്ക ഇസ്രായേലിനെ ചെറുതായിട്ടെങ്കിലും സഹായിക്കുന്നതിന് ഒരു ചെറിയ ആനുപാതിക രേഖ, ലക്ഷ്മണ രേഖയായി നിൽക്കുന്നുണ്ട്. കാരണം ഇറാനെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന് എതിരെ റഷ്യ രംഗത്തേക്കിറങ്ങും എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, റഷ്യ ഉപരോധത്തിലായിരുന്ന സമയത്ത് റഷ്യയെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയത് ഇന്ത്യ, ചൈന, ഇറാൻ എന്ന രാജ്യങ്ങളായിരുന്നു. അപ്പൊ അത്തരത്തിൽ ഒരു ബന്ധം നിലനിൽക്കെ തങ്ങളെ സഹായിക്കാനുണ്ടായിരുന്ന ഇറാന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ ഇറാനെ സംരക്ഷിക്കാനുള്ള ബാധ്യത റഷ്യ ഏറ്റെടുക്കും എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇറാന്റെ കയ്യിൽ വളരെ ശക്തമായ നെറ്റ്വർക്ക് ഉണ്ട് എന്നത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടുള്ളതല്ല. ഇറാന്റെ ഹമാസ് എന്ന് പറയുന്ന ചാര സംഘടന സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുകൊണ്ടുപോലും രാജ്യത്തിന് വേണ്ടി നിലനിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഗ്രൂപ്പുകളാണ്. അത്തരത്തിലുള്ള ചാര സംഘടനകൾ ഇറാന്റെ ഒരു ബലമായി തന്നെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. നെറ്റ്വർക്ക് മേഖല ഒരു ഭാഗത്ത്, സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ സംരക്ഷിക്കാൻ കാത്തുനിൽക്കുന്ന ഹമാസ് എന്ന് പറയുന്ന ചാര സംഘടനകൾ മറുഭാഗത്ത്. ഹമാസിനുണ്ടായിട്ടുള്ള അഘാതം അത് ഇറാന്റെ അഘാതമായി തന്നെയാണ് രാജ്യം കാണുന്നത്. ഹമാസിന്റെ നേതാവായിട്ടുള്ള ഇസ്മായിൽ ഹനിയെ വളരെ കാലത്തെ ആസൂത്രണങ്ങൾക്ക് ശേഷമാണ് വധിച്ചു എന്നത് ഹമാസിനെ വല്ലാതെ ക്രോധാകുലമാക്കിയിരിക്കുകയാണ്. അപ്പോ എന്ത് തന്നെയായാലും ഇറാൻ തിരിച്ചടിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും കാണുന്നില്ല. ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇറാനെ ഏതെങ്കിലും രാജ്യങ്ങൾ സംരക്ഷിക്കുകയാണ് എങ്കിൽ ആ രാജ്യത്തിന് എതിരെ റഷ്യ ആക്രമണ പരമ്പര തന്നെ അഴിച്ചുവിടും എന്ന് പറയാൻ കാരണം, അമേരിക്കയുടെ ശാസനകളെ പോലും വകവയ്ക്കാതെയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും പെട്രോളിയം വാങ്ങുന്നത്. ഇവിടെ റഷ്യയോട് ഇന്ത്യ കാണിച്ചിട്ടുള്ള ആ ബന്ധം, ഉപരോധ സമയത്ത് റഷ്യയെ സഹായിക്കാൻ ഇന്ത്യ തയ്യാറായി എന്നുള്ള ആ ഒരു ബന്ധമാണ്. അതുപോലെ തന്നെ റഷ്യയുടെ ആപത്ഘട്ടം വന്നു എന്നറിഞ്ഞപ്പോൾ ഡോളറുകൾ നൽകി സഹായിക്കാൻ ഇന്ത്യ തയ്യാറായി എന്നതും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ആ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നത് ഇറാനെ സംരക്ഷിക്കാൻ റഷ്യ തയ്യാറാകും എന്നുള്ള ഒരു സംഭവത്തോട്ടാണ്. മാത്രമല്ല നമുക്കറിയാം, റഷ്യ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും അധികം ആണവോർജം കയ്യിലുള്ള രാഷ്ട്രമാണ്. ഇവിടെ ആണവോർജവും ശക്തിയേറിയ നെറ്റ്വർക്കും ഉള്ള ഇറാനും റഷ്യയും തമ്മിൽ ഒന്നു ചേരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കില്ല എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. നമുക്ക് തന്നെ അറിയാം, ഉത്തര കൊറിയ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യത്തെ, ഒരു കുഞ്ഞു മിസൈലിനെ പോലും അമേരിക്ക ഭയക്കുന്നുണ്ട് എന്ന് നമ്മൾ ചരിത്രങ്ങൾ കണ്ടതാണ്. അപ്പൊ അത്തരത്തിൽ സാത്താൻ എന്ന് പറയുന്ന വലിയ ഒരു ആണവായുധം തന്നെ കയ്യിലുള്ള റഷ്യയോട് മത്സരിക്കാൻ ഒരു പക്ഷേ അമേരിക്ക തയ്യാറായില്ല എന്നും വന്നേക്കാം. ഇറാന്റെ മണ്ണിൽ വെച്ചിട്ടാണ് ഹമാസ് നേതാവായ ഇസ്മായിൽ ഹനിയെ ഇസ്രായേൽ വധിച്ചു എന്നത് കാരണത്താൽ ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനുള്ള അധികാരമുണ്ട് എന്ന് റഷ്യ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇസ്രായേൽ ചുവന്ന രേഖ മറികടന്ന് പോയിരിക്കുന്നു എന്ന് ചില
ലോക രാഷ്ട്രങ്ങൾ തന്നെ വിലയിരുത്തുന്നുമുണ്ട്. ഇസ്രായേൽ ചുവന്ന വര ലംഘിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു നിയമലംഘനത്തെ കൈമുതലാക്കിക്കൊണ്ട് തന്നെ ചില രാജ്യങ്ങൾ ഇറാനെ അനുകൂലിക്കുന്നു എന്നതും നമ്മൾ കാണാതിരിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. ഇസ്രായേലിലേക്ക് ഇറാന്റെ ചാവേർപ്പട തന്നെ കടന്നുകൂടി അവിടെ നാശനഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നു എന്ന ഒരു സംവിധാനം നിലനിൽക്കുമ്പോൾ വീണ്ടും ഈ ചാവേർ സംഘങ്ങൾ ഒന്നിക്കുന്നു എന്ന ഒരു വസ്തുതയും കൂടി കണക്കിലെടുത്ത് നമ്മൾ നോക്കുമ്പോൾ വീണ്ടും അവിടെ എന്തും സംഭവിക്കാം എന്ന് തന്നെയാണ് അനുമാനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഹമാസിന്റെ സൈനിക മേധാവിയായിട്ടുള്ള മുഹമ്മദ് താരിഫിനെ വധിച്ചതായി ഇസ്രായേൽ സേന പറയുകയും ചെയ്യുന്നു. നമുക്കേവർക്കും അറിയാം, ഇസ്രായേലിന്റെ 7 വധശ്രമങ്ങളിൽ നിന്നാണ് മുഹമ്മദ് താരിഫ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ മുഹമ്മദ് താരിഫ് തന്നെ വധിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്ന ആ ആക്രമണങ്ങളിൽ നിന്ന് തന്നെ 7 തവണ രക്ഷപ്പെട്ടു എന്നിരിക്കലും ഒരു തവണ അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നതും നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഉള്ള സംഭവ വികാസങ്ങൾ നിലനിൽക്കെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഈ തർക്കത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് കണ്ടു തന്നെ മനസ്സിലാക്കാമെന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരള അനുമാനിക്കുന്നത്.